എന്താ നിങ്ങൾ ഈ രാജ്യത്ത് ആരെ പറ്റിയിട്ടാണ് നിങ്ങൾ പറയാൻ തുടങ്ങിയത്? ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു കുലുമാൽ തീർക്കാൻ ആരെങ്കിലും ഒരു മുദ്ര പേപ്പറിൽ എഴുതിണ്ടാക്കുമോ? എഴുതിണ്ടാക്കിയാൽ തന്നെ അത് കയ്യിൽ വെക്കുമോ? ഉണ്ടെങ്കിൽ തന്നെ ഇനി അതില്ല വേറൊരാളെ കയ്യിൽ കൊടുക്കുമോ? ഇനി ഒരാളെ ഞാൻ കുലുമാൽ തീർക്കാൻ, എൻ്റെ ഒരു കുലുമാൽ തീർക്കാൻ ഞാൻ ഒരാളെ വിട്ടാൽ അത് ക്യാമറയിൽ പകർത്തുമോ? കഴിയുന്നത്ര ഫോട്ടോ എടുക്കാതിരിക്കാനല്ലേ നമ്മളൊക്കെ നോക്കുക. എന്നിട്ട് ഈ ക്യാമറയിൽ പകർത്തുന്നതോ വേറെ ആളാണെങ്കിൽ അയാളല്ലേ ഇത് പുറത്ത് വിടേണ്ടത്. ഇത് ആരാ വിട്ടത്? ഈ റഊഫ്. അപ്പൊ എൻ്റെ പണി എന്താ? ഞാൻ പോക്കായാലും വേണ്ടിയില്ല, മറ്റുള്ള മോശക്കാരനാന്ന് പറയണം. അപ്പൊ എത്ര പോക്ക? വളരെ മോശക്കാരനല്ലേ. എനിക്ക് പണി ഇതാണെന്ന് ലോകരോട് വിളിച്ച് പറയുന്ന ഒരു മനുഷ്യൻ്റെ സ്റ്റാൻഡേർഡ് എന്താ? അവൻ്റെ ഒപ്പ കൂടിയത് മാർക്സിസ്റ്റ് പാർട്ടി എന്തൊക്കെ വിദ്യകൾ കാണിച്ചു. കുറച്ച് ദിവസം അച്യുതാനന്ദനൊക്കെ സാധാരണ പത്രസമ്മേളനം നടത്തുമ്പോൾ ഒരു കടലാസൊക്കെ അങ്ങനെ പിടിച്ചിട്ട് ഉറക്കം തൂങ്ങി, കൊല്ലപ്പരീക്ഷയ്ക്ക് തലവേദനയും പനിയുള്ള കുട്ടിയൊക്കെ പഠിക്കാനിരിക്കണ മാതിരി ഒരു അതായത് കഴിഞ്ഞാൽ പിറ്റത്തെ അതായത് വരണമെങ്കിൽ ഒരാഴ്ച കഴിയണം. നെറ്റിൽ നിന്നൊക്കെ ഫോൺ ചെയ്യണമായിരിക്കാം. ആ അച്യുതാനന്ദൻ കടലാസൂല്യ ഒന്നും എടുത്തില്ല എന്ന് മാത്രമല്ല, കുപ്പായം കൂടി ഇടാൻ നേരമില്ലാതെ കള്ളിത്തുണ്ടിയും ബനിയനും 15-ക്കൊക്കെ 60 വന്നിരിക്കാൻ തോന്നിപ്പോവുക ഇരുത്തം കണ്ടാൽ. മുപ്പരെന്താ പറഞ്ഞത്? കുഞ്ഞാലിക്കുട്ടിയെ ഒരു പാഠം പഠിപ്പിക്കും ജി പുകലത്തും പെരേന്നുണ്ട് ഇറങ്ങിയതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇത് ലീഗാണ്. രാജ്യത്ത് ഞങ്ങൾ പരമാവധി മാന്യത പാലിക്കുന്നവരാ. ഞങ്ങൾക്കെതിരെയാണ് നിങ്ങൾ കൊഞ്ചിയത്. ആ പിണറായിനോട് കൊഞ്ചുന്ന പോലെ കൊഞ്ചണ്ട. ഇപ്പം കണ്ട ഒന്നത്തെ TV മുഴുവൻ കുറെ നേരെ ഇരുന്ന് കണ്ടാ ഞാൻ വരുന്നത് പറഞ്ഞിട്ട് അല്ലേ? ഒരു മനുഷ്യനെങ്ങനെ ടാട്ടുക? സുകുമാർ അഴീക്കോട് ഇയാൾ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞത് എന്താ? മണ്ണിൻ്റെ മണമുള്ള മുഖ്യമന്ത്രി എന്നാ. പെരിച്ചായിനെ പറ്റി പറയുകയാണെങ്കിൽ അത്ര സങ്കടം ഉണ്ടായിരുന്നില്ല. ആ സുകുമാർ അഴീക്കോട് ഇപ്പോൾ പറഞ്ഞതെന്താ? ആ സുകുമാർ അഴീക്കോടാ പറഞ്ഞത്, അരുൺകുമാറിൻ്റെ പോലത്തെ മക്കൾ ജനിക്കുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാതിരുന്നത് നന്നായി. സുകുമാർ അഴീക്കോട് പറയാം. ഞങ്ങളെ നേതാക്കന്മാരെ പറ്റിയിട്ട് ഈ വേണ്ടാത്തത് പറഞ്ഞത് മുഴുവൻ ആരാന്നറിയോ? ഞങ്ങളെ കഠിന ശത്രുക്കളാണ്. ആരൊക്കെ? ഈ ജലീലും റഹീമും TK ഹംസൻ്റെ ഒക്കെ റോൾ എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഹംസാക്കൊക്കെ DCCയുടെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇതിൽ നിന്ന് സീറ്റ് കിട്ടാതായിട്ട് അപ്പുറത്തേക്ക് ചാടിയതാ. സഖാവ് കുഞ്ഞാലിയെ കൊന്ന ആ ഘാതകരെ ജാമ്യത്തിലിറക്കാൻ പോയ വക്കീല മാറ്റിട്ട് പാട്ടി ഇവനെയാണോ താക്കാടുന്ന്? നിങ്ങൾ ആലോചിക്കണം. ഇവിടെ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യ എന്താ? ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓരോ പ്രവർത്തകരുടെയും സ്ഥിതി നമുക്കൊക്കെ ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഈ വരുന്നവരൊന്നും ചില്ലറക്കാരല്ല. ഞങ്ങളെ കൂടത്തിന്ന് ഒരു കൈപ്പപ്പരലേ അടി ചാടിയിട്ടുള്ളൂ. ജലീൽ, KT ജലീൽ. ഞങ്ങൾ അവിടെ നിന്നും കൊണ്ട് കൂടുന്നത് ആരൊക്കെയെന്നറിയോ? ശ്യാം സുന്ദർ, ഡോക്ടർ മനോജ്, അബ്ദുള്ള കുട്ടി, കണ്ടോ? കണ്ണൻ, വാള, മുള്ളുവാള, വലിയ വലിയ സാധനങ്ങളാ. ഇരുതല മൂർച്ചയുള്ള വമ്പൻ സ്രാവായ മഞ്ഞളാങ്കുഴി അലിയെ കൊണ്ട് പച്ച പതാക പിടിപ്പിച്ചിട്ട് ഇപ്പം ഞങ്ങളെ വേദിയിൽ ഇരുത്തിക്കുക. ഈ വരുന്നവരൊന്നും ചില്ലറക്കാരൊന്നല്ല. ഇതൊക്കെ ആരാ? നിങ്ങളെ ബ്രാഞ്ച് കമ്മിറ്റി എന്നൊക്കെ മുതഫരി തോതിയിട്ട് ചൈനയിൽ പോയി സെനത് വാങ്ങിയവരൊക്കെ ഉണ്ടോ ഈ കൂട്ടത്തിൽ? എന്നാ ഞങ്ങളെ കൂട്ടത്തിൽ നിങ്ങളെന്താ ചെയ്തത്? നിങ്ങൾ ഞങ്ങളെ കൂട്ടത്തിലെ പ്രവർത്തകർക്കെതിരെ നിങ്ങൾ ഇപ്പോൾ CPMൻ്റെ SFIയുടെ നേതാവ് ഇന്നലെ ആലത്തൂരിൽ പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞതെന്താണെന്നറിയാം? ഈ കേസും കുലുമാൽ ഇട്ടെടുത്തതോടുകൂടി, എടുത്ത് പുറത്തേക്കിട്ടതോടുകൂടി ലീഗിന് ലാഭം ഉണ്ടായത്. ഇത് വല്ലാത്ത ആലോചിക്കാതെ എടുത്ത പണിയായിരുന്നു ഞങ്ങൾ. നിങ്ങൾ വിചാരിച്ച് ഈ ഐസ്ക്രീം ഉണ്ട് പൊട്ടിച്ച ജനങ്ങൾ ലീഗിൽ നിന്ന് കുറയുന്ന അല്ല. ഞങ്ങളപ്പോൾ ആളും കൂടി നിങ്ങളപ്പോൾ ഈച്ചയും കൂടി ഇത് തല കീക്കാൻ തൂക്കാവിട്ട് ഞങ്ങൾ കൈകാര്യം ചെയ്തത്. അതല്ലേ ഞങ്ങളെ സമ്മേളനത്തിൽ കണ്ട ജനാവലി. നിങ്ങൾക്കൊക്കെ അപസ്മാരം ഇളകണ ദിവസമായിരുന്നു കഴിഞ്ഞ 6-ാം തീയതി. ഞങ്ങളെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ പറ്റിയിട്ട് കണ്ടോ? അങ്ങനെ തൊട്ടാൽ വിവരറിയും. പിണറായി പറഞ്ഞ പോലെ തന്നെ ആലിമീങ്ങൾ ഒന്നൊന്നായി പറയാൻ തുടങ്ങി. കാന്തപുരം ഉസ്താദ് മറുപടി പറഞ്ഞു, ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു, കാളമ്പാടി ഉസ്താദ് പറഞ്ഞു, അബ്ദുള്ള കോയ മദനി പറഞ്ഞു, അതുപോലെ തന്നെ ഹുസൈൻ മടവൂര് പറഞ്ഞു, കേരളത്തിലെ മുഴുവൻ ആലിമീങ്ങളും പറഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് എന്താണ്ടായത്? കടുത്ത നാശനഷ്ടാ വരുത്തി വെച്ചത്. ഇനി ഇമ്മാതിരി വിദ്യയേറ്റ് നടക്കരുത്. നിങ്ങൾ സാമാന്യമായ രാഷ്ട്രീയം പറഞ്ഞൂടെ? എല്ലാം നശിച്ച് പഞ്ചായത്തൊക്കെ പോയി ഉപ്പ് വെച്ച കലം പോലെയായി നിങ്ങളെ കയ്യിലിരിപ്പോണ്ടാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറ്റപ്പോയല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറ്റപ്പോയ ശേഷം നിങ്ങൾ എന്താ പറഞ്ഞിരുന്നത്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാണാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പിടിച്ച പഞ്ചായത്തൊക്കെ ഏതാണെന്നറിയങ്ങൾ? ആ തിരുവാലിയൊക്കെ ഒന്ന് ആലോചിക്കണം. പുറത്തൂർ പഞ്ചായത്തൊക്കെ ഏതാണെന്നറിയോ? ആന കുത്തിയാൽ കുലുങ്ങാത്ത പുറത്തൂർ, ഇരുമ്പിളിയം, തിരുവാലി, അങ്ങനെ എണ്ണിക്കോ. ഓരോ പഞ്ചായത്തിൽ നിങ്ങളെ അംഗസംഖ്യ എത്രയെന്നറിയോ? പ്രതിപക്ഷത്ത് BJP, കുറ്റിപ്പുറം പഞ്ചായത്തിൽ BJP പ്രതിപക്ഷത്ത് മെയിൻ 2 മെമ്പർമാർ.
ഇവരെ ഒന്ന് സ്വതന്ത്രൻ, ഒന്ന് ഏതാന്ന് പിടുത്തില്ല. കാരണം ചിഹ്നമൊന്നും ഉണ്ടായിരുന്നില്ല മത്സരിക്കുമ്പോൾ. ടി വി, ഫാന്, ഫ്രിഡ്ജ്, തെരഞ്ഞെടുപ്പ് വല്ല കുടിയിരിക്കലാന്ന് തോന്നിപ്പോവും. അമ്മാതിരത്തെ മത്സരമായിരുന്നു. എന്നിട്ട് എന്താ ഉണ്ടായത്? ഇപ്പോൾ അവനാൻ്റെതാന്ന് പറയാൻ പിടുത്തില്ല. ഒരാൾ മാത്രം പ്രതിപക്ഷത്ത്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലോ 2 ആൾ. ഒരുത്തൻ ചായ കുടിക്കാൻ പോകുമ്പോൾ എൻ്റെ ബാഗ് ബൻ നോക്കും, ബൻ ചായ കുടിക്കാൻ പോകുമ്പോൾ ബൻ്റെ ബാഗ് മറ്റവനും നോക്കും. എതിരായിട്ടൊരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിനെ മത്സരിക്കാൻ കഴിഞ്ഞില്ല. എന്താ കാരണം? ഒരാൾ നിന്നാ ഓനെ നിർദ്ദേശിക്കാൻ ഒരാൾ വേണം, പിന്നെ പിന്താങ്ങാനോ അടിച്ചേരനോളെ വിളിക്കണം. പറ്റിയില്ല. ആ കോലത്തിൽ നിങ്ങൾ പോയി. നിങ്ങളെ AKG സെൻറ്ററിൽ നിൽക്കുന്ന മണ്ണ് ഞങ്ങൾ പിടിച്ചു. നിങ്ങളെ ബദർ മുഹദും നടത്തിയ പുന്നപ്ര വയലാർ ഞങ്ങൾ പിടിച്ചു. അച്യുതാനന്ദൻ്റെ തട്ടകം പിടിച്ചു. പ്രകാശ് കാരാട്ടിൻ്റെ വാർഡ് പിടിച്ചു. എൻ്റെ മുത്ത് തങ്ങളുടെ വാർഡിൽ പണ്ടൊരു ബദറുന്നീസ ചക്കട്ടപ്പൊരു മുയലിനെ കിട്ടിയപ്പോൾ ഈ TK ഹംസൊക്കെ പറഞ്ഞ ബടായി ഉണ്ട്. എന്താണെന്നറിയോ? ഇനി പാണക്കാട്ടെ തങ്ങളെ വീടിന് നികുതി കെട്ടിയ CPMൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിൽ നിന്നാണ്. എന്നാൽ നിങ്ങളെ AKG സെൻറ്ററിന് ഞങ്ങളാ കെട്ടുന്നത്. നിങ്ങളെ പുന്നപ്ര വയലാർ, നിങ്ങളെ കോട്ടക്കൊത്തളങ്ങൾ മുഴുവൻ പോയില്ലേ? ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിരുന്നു. തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ചെയ്ത പണി എന്താ? നോമിനേഷൻ സ്വീകരിക്കുമ്പോൾ ആളെ നോക്കി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് തള്ളിച്ചു. ഇന്നത്തൊക്കെ ചന്ദ്രികയിൽ നിങ്ങൾ കണ്ടില്ല പഴയൊരു ചിത്രം. എന്താ ചിത്രം? വോട്ടിന് വേണ്ടി കണ്ണൂരിലെ പെണ്ണുങ്ങൾ വരുമ്പോൾ 12:30 മണിക്ക് അവരെ വോട്ടൊക്കെ ഇവർ ചെയ്തിട്ട്, എന്നിട്ട് പിന്നെ വരുന്നവർക്ക് നേരെ ഇവർ സ്വീകരിക്കുന്ന സമീപനം. ആ പെണ്ണുങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, വോട്ട് ചെയ്യാതെ പറ്റൂല, തിരിച്ചു പോരാണ്. മുന്നിലും പോലീസ്, പിന്നിലും പോലീസ്, പർദ്ദ ധരിച്ച കുറേ ആൾക്കാർ നടുവിലും. ആ ഫോട്ടോ കണ്ടാൽ തോന്നുക SIയും പോലീസൊക്കെ പുതിയണിൻ്റെ ഒപ്പം പോകാൻ തോന്നിപ്പോവും. അമ്മാതിരത്തൊരു ചിത്രം. അവരാണ് ഞങ്ങൾക്ക് മാന്യത പഠിപ്പിച്ചത് അല്ലേ? നിങ്ങളുടെ ഓരോ ആളുകളെ പറ്റിയും പരാതി പറഞ്ഞത് ഞങ്ങളല്ല. അച്യുതാനന്ദനെ പറ്റിയിട്ട് ആക്ഷേപം ഉന്നയിക്കുന്നതാരാ? അഡ്വക്കേറ്റ് രാംകുമാർ. രാംകുമാർ ആരാ? കേരളത്തിലെ സീനിയർ അഭിഭാഷകനാണ്, മുതിർന്ന വക്കീലാണ്. അയാളാ പറയുന്നത് കല്ലുവാതുക്കൽ ദുരന്ത കേസിൽ അച്യുതാനന്ദൻ അന്വേഷണ കമ്മീഷനെ സ്വാധീനിച്ചു. നിങ്ങൾ കുഞ്ഞാലിക്കുട്ടി സ്വാധീനിച്ചു എന്നല്ലേ പറഞ്ഞിരുന്നത്? ഇതൊരു വക്കീൽ പറയുന്നു ഈ അച്യുതാനന്ദൻ സ്വാധീനിച്ചു, കുറച്ച് ദിവസം അയാൾ ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പം ഇന്നെന്താ അയാളെ സ്ഥിതി? മിണ്ടാൻ കഴിയുന്നുണ്ടോ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ ഞങ്ങൾക്ക് എത്ര പ്രകടനം നടത്തായിരുന്നു, ഞങ്ങൾക്ക് എത്ര കോലം കത്തിക്കുക. എന്താ ഞങ്ങൾ കോലം കത്തിക്കാത്ത? എന്താ ചങ്ങായിൻ്റെ കോലം? എന്തിനാ അയാളെ കത്തിക്കണം? എന്തിനു തന്നാ മനുഷ്യ? മൂപ്പരിപ്പോൾ പറയുന്ന എന്താ? ഈ കുലുമാലും കേസൊക്കെ മൂപ്പരിക്കെതിരെ തിരിച്ചാണ്ടിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് എല്ലാം ഹക്കാണ്, യാഥാർത്ഥ്യങ്ങളാണ്. ഓരോ കമ്മീഷനുകൾ ശശിയുടെ ഉദ്ധരണി വെച്ചാ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നത്. ആരാ ശശി? ശശി എന്ന് പറഞ്ഞാൽ 1000 കോഴിക്ക് അരക്കാടാന്ന് പറഞ്ഞ പോലെ 1000 പിണറായിക്ക് അര ശശിയാണ്. അറിയോ ആരാ ഈ ശശി എന്നറിയോ? ഈ ശശി നായനാറുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. സഖാവ് നായനാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ രാജാധികാരവും കിരീടവുമുള്ള ആ നായനാറുടെ വക്കലേക്ക് ഒരു MLA ഒപ്പിടാൻ ചെല്ലുമ്പോൾ ശശിനെ കാണണോ എന്നാ പറയാ. ശശിനെ കണ്ടിട്ടേ നായനാറെ കാണാൻ പറ്റുള്ളൂ. ആ ശശിയാണ് പറഞ്ഞത് അച്യുതാനന്ദൻ്റെ മകൻ ഇത്ര കോടി വാങ്ങി. KPP നമ്പ്യാരാ? ലീഗല്ല, മാർക്സിസ്റ്റാണ്. KPP നമ്പ്യാരാ പറഞ്ഞത് എന്ത്? അച്യുതാനന്ദൻ്റെ മോൻ എന്നോട് ഇത്ര സംഖ്യ ചോദിച്ചു. അപ്പോൾ അവർ പത്രസമ്മേളനം നടത്തി പറയുന്നത് എന്താ? അത് ഞങ്ങളൊന്ന് ഒതുക്കി തീർത്തതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പണി എന്താ? നിങ്ങൾക്ക് എന്താ പണി? നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഉന്നയിച്ചതൊക്കെ പടച്ചോ നിങ്ങൾക്ക് തന്നല്ലോ. മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ച് പാസ്സാകുന്നു എന്ന് പറഞ്ഞ പ്രമാണിച്ചാണ് ഈ അച്യുതാനന്ദൻ. നിങ്ങൾക്ക് അറിയോ? ചെക്കൻ അരുൺകുമാർ ഡോക്ടറേറ്റ് വാങ്ങിയത് കള്ളത്തരത്തിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടാണ്. കണ്ടോ? പടച്ചോ തന്ന ശിക്ഷയല്ലേ? നിങ്ങൾക്ക് ദുന്യാവിൽ തന്നെ കിട്ടുകയാണ്. എന്നിട്ട് അച്യുതാനന്ദൻ പറയുന്നുണ്ട്, അച്യുതാനന്ദൻ ഈടക്കടുത്ത് പറഞ്ഞത് ഇന്നെ എല്ലാവരും കൂടി കരിവാരി തേക്കുകയാണ്. നിങ്ങളെന്തിനാ കരിവാരി തേക്കുക? നിങ്ങൾ ജനിച്ചപ്പോൾ തന്നെ കറുത്തിട്ടാ. പോരാത്തതിന് നിങ്ങൾ ആ ADB കരാറിനെതിരെ കരിവായിൽ ഒഴിച്ചിട്ട് മേത്തക്ക് തെറിച്ച് വേറെ ഉണ്ട്. നിങ്ങൾ കറക്കാതിരിക്കുമോ? ഞങ്ങൾ കറുപ്പിച്ചതാ, നിങ്ങൾ സ്വയം കറുത്തതാ. പിന്നെ ഞങ്ങൾക്കെതിരെ നിങ്ങൾ കുറേ വെയിൽ കൊണ്ടിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ഈ രാജ്യത്ത് ചെയ്തതെന്താ? കുഞ്ഞാലിക്കുട്ടി സാഹിബ് മാന്യതയോടുകൂടി മറുപടി പറഞ്ഞാൽ അത് വിഷയമല്ല. 16 പ്രതികളുണ്ട് അതിൽ പിടിച്ചിട്ട്. ആൺകുട്ടിയാണെങ്കിൽ ഉസറുള്ള വാപ്പാൻ്റെ കുട്ടിക്ക് ജനിച്ചതാണെങ്കിൽ ഈ അച്യുതാനന്ദൻ ഷാരി എന്ന പെൺകുട്ടിയുടെ അച്ഛൻ്റെയും അമ്മൻ്റെയും മൊഴി കേൾക്കണം. നേരല്ലേ അതിന് മൂപ്പർക്ക്? ആരാ? മൂപ്പരാ പറഞ്ഞത്. എൻ്റെ മന്ത്രിസഭയിൽ 2 VIP കളുണ്ട്. ഞങ്ങൾ ചൊല്ലിക്കൊടുത്തതല്ല, എഴുതി കൊടുത്തതല്ല, നാവുകൊണ്ട്
മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് അയാളെ നാവും വന്നിട്ട് പറഞ്ഞത്. എന്താ പറഞ്ഞത്? എൻ്റെ മന്ത്രിസഭയിൽ 2 VIP-കളുണ്ട്. ആരാണ് മിസ്റ്റർ അച്യുതാനന്ദൻ? പറയണം രാജ്യത്തെ ജനങ്ങളോട്. ഇനി ഏതായാലും സീറ്റ് കിട്ടൂല എന്ന് ഉറപ്പായിക്കണ്. ഉസറുള്ള വാപ്പാൻ്റെ കുട്ടിയാണങ്ങ. ഇതുവരെ സീറ്റ് കിട്ടുവച്ചിട്ടായിരുന്നു സാധു പറയാതെ പോയത്. ആരായിരുന്നു? ഷാരി എന്ന പെൺകുട്ടിയുടെ കൂടെ സീരിയൽ അഭിനയിക്കാൻ പോയ കൊടിയേരിയുടെ ചെക്കൻ. രാജ്യത്ത് വലസുകയാണ്. ഒരുപാട് കേസിലെ പ്രതിയാണ് അയാൾ. ആ ബിനീഷ് കൊടിയേരിക്കെതിരെ KSUക്കാരനെ തലക്കടിച്ചിട്ട് വീഴ്ത്തിയ ശേഷം ജാമ്യം കിട്ടാതെ നടക്കുകയാണ്. ജാമ്യം കിട്ടാതെ നടക്കുമ്പോൾ ഈയിടക്കടുത്ത് ഇവൻ എങ്ങനെ പുറത്ത് നടക്കണമെന്ന് പോലീസ് രഹസ്യമായി അന്വേഷിച്ചപ്പോൾ ഇവനോട് വിളിച്ച് ചോദിച്ചു, ഈ എങ്ങനെ ഇപ്പം ഇങ്ങനെ നടക്കണമെന്ന്? എൻ്റെ അടുത്ത് ജാമ്യം ഉണ്ടെന്ന്. അവനക്ക് ജാമ്യം കോടതിയോട്ട് കൊടുത്തിട്ടില്ല. ജാമ്യം കോടതി കൊടുക്കാതെ എങ്ങനെ ഉണ്ടായി? ഇവൻ രേഖകൾ തിരുത്തിയിട്ട് ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞ് നടക്കുക. കോടതിയുടെ രേഖ വരെ വ്യാജമായി കയ്യിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. എന്നിട്ട് ആരാ? കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി, ഇവൻ്റെ അച്ഛൻ കൊടിയേരി ബാലകൃഷ്ണൻ. കൊടിയേരി ബാലകൃഷ്ണൻ എന്താ പറയണത്? എൻ്റെ ചെക്കനെ പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ചിരിക്കണ്. എവിടെ? കട്ടിൻ്റെ ഒട്ടൊക്കെ എടുക്കണ്. തൈലം തേച്ചിട്ടാടോ? പിടികിട്ടാ പുള്ളിയാത്തര, പിടിച്ചിട്ട് കിട്ടണില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം മകനെ പിടിക്കാൻ കഴിയാത്ത കൊടിയേരി ബാലകൃഷ്ണന പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി എന്ന ഞങ്ങളുടെ നേതാവിനെ വരെ വരുന്നത്. സ്വന്തം മോനക്കെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കാൻ അച്യുതാനന്ദൻ അനങ്ങിയാൽ പറയും കേന്ദ്രം CBI അന്വേഷിക്കട്ടെ. CBI അന്വേഷിക്കണമെങ്കിൽ ചങ്ങായി ആദ്യം ഇവിടെ ഒരു FIR ഇടണം. FIR ഇട്ടിട്ട് അതിൻ്റെ നമ്പർ ചിലക്കാതാണ് കൊടുത്താൽ കേന്ദ്രം ഇടപെടും. കേന്ദ്രം ഇടപെട്ടിട്ട് കാര്യങ്ങളാണ്ട് പറയും. ആൺകുട്ടിയാണെന്നങ്ങ് ആ ശ്രീമതി ടീച്ചറെ വിളിച്ചിട്ട് പറയും, എൻ്റെ ചെക്കൻ എവിടെയെന്ന് ചോദിക്ക്. ശ്രീമതി ടീച്ചറെ പിടിച്ചിട്ട് ആ ചെക്കനുണ്ട് കൊണ്ടുവരാൻ പറയും. എന്നിട്ട് ഷാരി എന്ന ആ പെൺകുട്ടിയുടെ ജനാസ കഫൻ തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുവരുമ്പോൾ അലമുറയിട്ട് കരഞ്ഞ മനംനൊന്ത വളരെ വേദന സഹിച്ച് പ്രസവിക്കുകയും തലയിൽ വെച്ചാൽ പേനരിക്കും നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കുമെന്ന മട്ടിൽ കൊണ്ടു നടക്കുകയും ചെയ്ത പെറ്റ തള്ളയും കിടക്കാൻ പായയും കുടിക്കാൻ പാലും വാങ്ങിച്ചു കൊടുത്ത തൻ്റെ പ്രിയപ്പെട്ട പിതാവ് ശ്രീമതി ടീച്ചറോട് ചിലക്കാതെ പൊടി കൊടുത്തെന്ന് പറയണ്ടേ? ധൈര്യമുണ്ടോ? എന്താ സംഭവം? അങ്ങനെ നിങ്ങൾ പൂരപ്പറമ്പിൽ നിന്ന് പോക്കറ്റടിക്കാരൻ കള്ളനതാ പായുന്നതെന്ന് പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും കൂടി നിങ്ങളെന്നെ കട്ടിട്ട് നിങ്ങൾ പായ. നിങ്ങൾ തന്നെ ഇതൊക്കെ നടത്തിയിട്ട് നിങ്ങൾ ഓടുക. ശശിയെ പറ്റി ആക്ഷേപം ഉന്നയിച്ചതാരാ? ഞങ്ങളാണോ? ശശി മോശക്കാരനാന്ന് പറഞ്ഞതാരാ? DYFIയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന മെമ്പർമാരുടെ ഭാര്യമാരാണ്. ദേശാഭിമാനിയിൽ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളാണ്. ഞങ്ങളല്ല ശശിയെ പറ്റി ആക്ഷേപം ഉന്നയിച്ചത്. CKP പത്മനാഭൻ്റെ മക്കൾക്ക് അഭിപ്രായമുണ്ട്. AK ഗോപാലൻ്റെ കുടുംബത്തിന് അഭിപ്രായമുണ്ട്. ഇങ്ങനെയുള്ള ഈ ശശിനെ പറ്റിയിട്ട് മാറ്റിട്ട് പാർട്ടിയുടെ തീരുമാനം എന്താ? ഇതുവരെ നിങ്ങൾ പറഞ്ഞത് ശശിക്ക് യാതൊരു പ്രശ്നമില്ല, ശശി രോഗമായതുകൊണ്ട് ലീവിൽ പോയതാന്നാ. വരട്ടെ, ഇന്നും ഇന്നലെയും സ്ഥിതി മാറിയിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ട് വരട്ടെ. നിങ്ങൾ ഞങ്ങൾക്കെതിരെ ആരോപണത്തിൻ്റെ കൂരമ്പുകൾ പൊട്ടിച്ചിട്ടപ്പോൾ നിങ്ങളാ യഥാർത്ഥത്തിൽ വഷളായത്. നിങ്ങൾ എന്താ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയത്? ഇതൊക്കെ നിൽക്കും മക്കളെ. ഭരണം തെരഞ്ഞെടുപ്പ് ഇവിടെ വേറെ വരാൻ പോവുക. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജനങ്ങളെ മുമ്പാകെ ചെയ്ത നന്മ പറയും. ഇപ്പം കുറച്ച് ദിവസമായിട്ട് 2 റുപ്യൻ്റെ അരിമല. ഈ 2 റുപ്യക്ക് അരി കൊടുക്കാൻ ആരാടോ തടസ്സം? ഞങ്ങളായിരുന്നോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മണ്ട മക്കളെ? 3 തവണയാണ് ഇവർ 2 റുപ്യക്ക് അരി കൊടുക്കുമെന്ന് പറഞ്ഞത്. ഒന്ന് എപ്പോഴാണെന്നറിയോ? പഴയ ദേശാഭിമാനി എടുത്ത് നോക്കിയാൽ അറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം. പിന്നെ എപ്പോഴാണെന്നറിയോ? കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം. പിന്നെ എപ്പോഴാണെന്നറിയോ? ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നില്ലേ, കൊല ആയിട്ട് കാറാക്കണം. അപ്പോൾ തള്ള പറഞ്ഞൊരു വർത്താനുണ്ട്, ഞാൻ അള്ളഹാനോട് പടച്ചവനോട് ഒരു തമാശ കൊണ്ട് പറഞ്ഞിക്കണിച്ചിട്ട് നിങ്ങളാണ് കാര്യമാക്കലാന്ന്. എന്നാൽ ആ തള്ളി ഈ തന്തി തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയാം? ആണും പെണ്ണും എന്നുള്ള വ്യത്യാസമുള്ള സ്വഭാവമൊക്കെ ഒന്നാ. ഈ അച്യുതാനന്ദൻ നിങ്ങൾക്ക് നല്ല സമയം കിട്ടിയെന്നില്ല ഈ അരി കൊടുക്കുക. ആരെങ്ങളോട് പറഞ്ഞു ഈ മഗ്‌രിബിൻ്റെ മൂട്ടിൽ നെല്ല് ഉണക്കാനിടാൻ? നല്ല പൊരി വെയിലുണ്ടായിരുന്നല്ലോ ഇവിടെ, അന്ന് കൊടുത്തുവിടായിരുന്നില്ലേ? കേന്ദ്രം തന്ന പയറെന്തിയടവ് കാട്ടി അടുപ്പിൽ കിട്ട് അല്ലേ? കേന്ദ്രം തന്ന കടലെന്തേ കാട്ടി? എന്താ നിങ്ങൾ ചെയ്തത്? കേന്ദ്രം തന്ന ചെറുപയർ എന്ത് ചെയ്തു? കേന്ദ്രം തന്ന സ്കോളർഷിപ്പ് എന്ത് ചെയ്തു? കേന്ദ്രം തന്ന മദ്രസ ഗ്രാൻഡ് എന്ത് ചെയ്തു? കേന്ദ്രം തന്ന അലിഗഡ് ഓഫ് ക്യാമ്പസ് ഞങ്ങളെ മുത്തു തങ്ങളും ബന്ധപ്പെട്ട നേതാക്കളും ആ മലപ്പുറം കലക്ട്രേറ്റിൻ്റെ മുമ്പിൽ എരിപൊരി കൊള്ളുന്ന വെയിൽ കൊണ്ട് ഇരുന്നിട്ടില്ലെങ്കിൽ ആ എടുക്കണ് പോയിരുന്നു. നിങ്ങളെ പവർ കൊണ്ട് വന്നതാ? MA ബേബി എന്നിട്ട് അവിടെ വന്നിരിക്കുക, ഉദ്ഘാടനം ചെയ്യുക. അപ്പോൾ ആകെ പണി എന്താ ഇവർക്ക്? ഉദ്ഘാടനം ചെയ്യുക, നടന്ന് നാടൻ മുറിക്കുക. അവളെ കാരത്തൂരത്തെ മെതിയൻകുട്ടി ഡോക്ടറൊക്കെ സുന്നത്ത് ക്യാമ്പിൽ വന്ന മാതിരിയാ നടന്ന് നാടൻ മുറിച്ചിൻ്റെ പരിപാടി, വേറൊരു പരിപാടിയില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ഭരണത്തിൻ്റെ നേട്ടം എന്താ? കളിച്ചു രസിക്കാൻ ഒരു വിസ്മയ പാർക്ക് കൊടുത്തതോ?
രമിച്ചു നടക്കാൻ ഒരു കണ്ടൽ പാർക്ക് കൊടുത്തതോ, ചൂതാട്ടത്തിന് മാർട്ടിൻ ലോട്ടറി നടത്തിയതോ, വിളയാടാൻ വിഷക്കള്ള് വിളമ്പിയതോ, അതുപോലെ പേക്കൂത്തിന് ഒരു ആഭ്യന്തര വകുപ്പ് നൽകിയതോ? നിങ്ങൾ എന്താ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയ സംഭാവന? കുഴിയെണ്ണ ആയിരുന്നു ഇതുവരെ, കുഴിയെണ്ണ അല്ലേ? കേന്ദ്രത്തിൻ്റെ ഫണ്ടല്ലാതെ ഒന്നുമില്ല. ശ്രീമതി ടീച്ചർ ഞെളിഞ്ഞുകൊണ്ടൊരു പ്രസ്താവന, പരസ്യം കണ്ടില്ലേ നിങ്ങൾ? 5 വർഷം കൊണ്ട് 50 കൊല്ലത്തെ നേട്ടമുണ്ടാക്കി. ശ്രീമതി ടീച്ചറെ വിട്ടില്ല. KSUവിൻ്റെയും SFIയുടെയും MSFിൻ്റെയും നേതാക്കൾ ഒന്നിച്ചിരുന്നു കൊണ്ട് ഈയിടക്കടുത്ത് ഏഷ്യാനെറ്റിലാന്ന് തോന്നുന്നു, നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ നിരന്തരമായി ശ്രീമതി ടീച്ചറോടൊരു ചോദ്യം ചോദിച്ച്, സത്യം പറയും, ഇപ്പം സത്യം പറയും, ഈ ഫണ്ടൊക്കെ എൻ്റെ ആൾക്ക് എവിടുന്ന് കിട്ടിയെന്ന്. ശ്രീമതി ടീച്ചറെ വായെന്ന് സത്യം വീണു. കേന്ദ്രത്തിൻ്റെ NRHM, കേന്ദ്രത്തിൻ്റെ ആരോഗ്യ വകുപ്പ് തന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ വഷളാകുമായിരുന്നു എന്ന്. കാരണം കേന്ദ്രം തന്നതല്ലാതെ എന്താ നിങ്ങളുടെ കയ്യിലുള്ളത്? നിങ്ങൾ ഈ രാജ്യത്ത് എന്താ ചെയ്തത്? കൂടെ കിടന്നവനെ രാപ്പനി അറിയുമെന്ന് പറഞ്ഞ പോലെ മഞ്ഞളാംകുഴി അലി സാഹിബ് പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ കടം എത്രയെന്ന്. നിങ്ങൾ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പാകെ എന്ത് നൽകി? ഏതെങ്കിലും രംഗത്തുണ്ടോ? തെരഞ്ഞെടുപ്പുണ്ട് വന്നപ്പോഴാണല്ലോ നിങ്ങൾക്ക് ആ സാധുക്കളായ ആളുകളുടെ വീടിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും ഓർമ്മ വന്നത്. അതുവരെ പരമാവധി ജനങ്ങളെ സ്വീപ്പാക്കിയില്ലേ? എന്തായിരുന്നു സ്ഥിതി? ഒരു വീടുണ്ടാക്കാൻ നിങ്ങളെ ഓഫീസ് ഓരോന്നും ശ്രദ്ധിച്ചോ? പാടത്താണ്ടാക്കിക്കണ്. ഒരു സാധുവിന് 5 സെൻറ്റിലൊരു വീട് കയറ്റാൻ വല്ലാത്ത പെടാപ്പാടായിരുന്നു. എന്നാൽ നേരെ മറിച്ച് നിങ്ങളെ കോട്ടക്കലെ BTR സ്മാരക മന്ദിരം ഉണ്ടാക്കിയത് പാടം തൂർത്ത സ്ഥലത്താണ്. എനിക്കോർമ്മയുണ്ട്. ചങ്ങരംകുളത്തെ പാർട്ടി ഓഫീസോ പാടം നികത്തിയ സ്ഥലത്താണ്. അതുപോലെ ചെമ്പ്രയിലെ മാർച്ചിട്ട് പാർട്ടി ഓഫീസ് പാടം നികത്തിയ സ്ഥലത്താണ്. എളമരം കരീം വീടുണ്ടാക്കിയത് പാടം നികത്തിയ സ്ഥലത്താണ്. ബാലം വൈദ്യർ ചെരുപ്പ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് പാടം നികത്തിയ സ്ഥലത്താണ്. നെഞ്ഞു പൊട്ടിപ്പോവും നിങ്ങൾ കൊപ്പത്തേക്ക് പോകുമ്പോൾ. കൊപ്പം സെൻറ്ററിൽ നിന്നാണ്ട് തിരിയുമ്പോൾ കാണാം അടിയിൽ നെല്ല്, 4 ഫില്ലറ്, മേലെ മാർച്ചിട്ട് പാർട്ടിയുടെ ഓഫീസ്, അടിയിൽ നെല്ല്. പ്രശ്നമില്ല, നിങ്ങൾക്കെല്ലാം നടക്കും. സാധുക്കളായ ആളുകളൊരു വീടുണ്ടാക്കാൻ ചെന്നപ്പോൾ പ്ലാന്, എസ്റ്റിമേറ്റ്, എന്തെല്ലാം കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്നിട്ട് മാറ്റത്തിന് വേണ്ടി ഒരു വോട്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു. ആ സാധുക്കളും പെരേറ്റുമ്പോൾ കുടുങ്ങി. ഞങ്ങളെ MLA KT ജലീലിനോടൊക്കെ പഞ്ചായത്തിൽ വന്നിട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി പോയി. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളല്ല ഇതിൻ്റെ ആൾക്കാർ, ഇതൊക്കെ അച്യുതാനന്ദനാണ്. തളാരൊക്കെ ദേഷ്യം പിടിച്ചിട്ട് ചോദിക്കുക, എവിടുന്ന് അയാളെ കാണാമെന്നാ പല്ലും കടിച്ചിട്ട്. അയാളങ്ങനെ നേരിട്ട് കാണാൻ പറ്റൂല, ഇവിടെ MLA ഉണ്ട്, അവൻ്റെ വീട്ടിൽ പോയാൽ മതി, കാവുമ്പുറത്താണ് വരാറ്. ചെന്നു തള്ളാരൊക്കെ ചെന്നിട്ട് ബെല്ലടിച്ചപ്പോൾ വടക്കോർത്ത് പോവുകയാണ്. തള്ള വടക്കോർത്ത് കൂടി വരുമ്പോൾ കൊലായ്മ കൂടി വരികയാണ്. തള്ള എന്നിട്ട് പഞ്ചായത്തിൽ വന്നിട്ട് ഞങ്ങളോട് പറയാണ്, എന്നെ കണ്ടപ്പോൾ ആണ്ട് മാറുക, അവിടുന്ന് കണ്ടപ്പോൾ ഇങ്ങോട്ട് മാറുക. ഞാൻ പറഞ്ഞു മാറ്റത്തിനല്ലേ വോട്ട്, പിന്നെ കാണുമ്പോൾ മാറില്ലാതെ എന്താ കാട്ടുക? മാറ്റത്തിന് വോട്ട് ചെയ്തവർക്കൊക്കെ കിട്ടി അല്ലേ? എന്തായിരുന്നു വീടുണ്ടാക്കാൻ? നമ്മളെ ഫാത്തിമ കുട്ടിയാത്തിയും ഖദീജാത്തി അതുപോലെ വീരാൻകുട്ടിയ